ഇറപ്സ് അല്ലെങ്കിൽ യൂറോപ്യൻ റെപ്സ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ നാട്ടിൽ നമുക്ക് ആ സർട്ടിഫിക്കേഷൻ കൊണ്ട് ഒരു ജോലിക്ക് ശ്രമിക്കാൻ സാധിക്കും? ഓക്കെ, യൂറോപ്യൻ റെപ്സ് സ്റ്റാൻഡേർഡ്സ് പറയുന്നത് യൂറോപ്യൻ കൺട്രീസിലുള്ള ക്വാളിഫിക്കേഷൻസിൻ്റെ മാൻഡേറ്ററി ക്രൈറ്റീരിയയാണ്. നമ്മളിപ്പോൾ സ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന അണ്ടറിൽ വന്നിരിക്കുന്ന SPFLSC തരുന്ന തരത്തിലാണ് യൂറോപ്യൻ ക്വാളിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് EQ of level 4 എന്ന് പറയുന്ന രീതിയിൽ പേഴ്സണൽ ട്രെയിനിങ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ മസ്റ്റായിട്ട് EQ of ക്വാളിഫിക്കേഷനാണ് നമുക്ക് അവിടെ വേണ്ടത്. ഇപ്പോൾ UK ചെല്ലുകയാണെങ്കിൽ UK റെപ്സ് ഫോം ചെയ്ത് വരികയാണ്. അപ്പോൾ നോർമലി അവിടെ സിംസ്പായും EQ of ക്വാളിഫിക്കേഷനുമാണ് അവിടെ അംഗീകരിക്കുന്നത്. അപ്പോൾ സിംസ്പയുടെ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ യൂറോപ്യൻ റെപ്സിൻ്റെ ക്വാളിഫിക്കേഷൻസോ നിങ്ങൾക്ക് അവിടെ യൂസ്ഫുൾ ആവുന്നുണ്ട്. ഇനി ASO ASISMO നിങ്ങൾ ഇവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് റെപ്സ് അംഗീകൃത അക്കാഡമികളിൽ നിന്ന് പ്രാക്ടിക്കൽ എൻഡോഴ്സ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ പറയുന്ന പോർട്ടബിലിറ്റി ലെറ്ററോടുകൂടി അവിടെ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഫുൾ സ്റ്റാറ്റസ് അവിടെ നിങ്ങൾക്ക് ആ ക്വാളിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് റെപ്സിൻ്റെ PD അപ്രൂവലിൻ്റെ ക്വാളിഫിക്കേഷൻ തന്നെ എടുക്കാം. എന്നിട്ട് അത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എൻഡോഴ്സ്മെൻറ്റിൽ നിങ്ങൾക്ക് അവിടെ സബ്മിറ്റ് ചെയ്യാം. അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈ പറയുന്ന അവരുടെ ക്രൈറ്റീരിയ എല്ലാം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ റെപ്സ് ഇഷ്യൂ ചെയ്യും, മെമ്പർഷിപ്പ് കാർഡ് ഇഷ്യൂ ചെയ്യും. നമ്മൾ ഈ ഫിറ്റാമെറ്റ് ഫിറ്റ്നസ് അക്കാഡമി തുടങ്ങിയിട്ട് എത്ര നാളായി? എത്ര നാളായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു? അല്ലെങ്കിൽ എത്ര സ്റ്റുഡൻസ് നമ്മുടെ കയ്യിൽ ഇപ്പം പാസ്സായി പോയിട്ടുണ്ട്? അത് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു 5000 മേലെ സ്റ്റുഡൻസ് നമ്മളുടെ അടുത്ത് നിന്ന് പോയിട്ടുണ്ട് 10-11 വർഷമായിട്ട്. ഫിറ്റ് ആൻഡ് മെറ്റ് ഫിറ്റ്നസ് അക്കാഡമി തുടങ്ങാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈ ഒരു സർട്ടിഫിക്കേഷൻസ് എന്താണെന്ന് അറിയാത്ത ഒരു കാലഘട്ടമായിരുന്നു. ഇനി അങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ നേടണമെങ്കിൽ നമ്മൾ ബോംബെയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ ഡൽഹിയിലോ ഒക്കെ പോയി പഠിക്കണം, അല്ലാതെ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. ഇനി അവിടെയൊക്കെ പോയി പഠിച്ചാൽ തന്നെ പലപ്പോഴും ഈ ഒരു സെക്ടറിലേക്ക് വന്നുകൊണ്ടിരുന്ന വെച്ചത് +2 തലത്തിൽ മാത്രം പഠിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ മെജോറിറ്റി 80% അത്തരം ഒരു യൂത്ത് ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ അവർക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷേ അത് പലപ്പോഴും അവർ ഇംഗ്ലീഷ് ലെക്ചറിലൂടെ മാത്രം അല്ലെങ്കിൽ ഹിന്ദി ലെക്ചറിലൂടെ മാത്രം കേട്ട് കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവാറില്ല. അതിൻ്റെ ബേസിക് സയൻസ് ഒന്നും മനസ്സിലാവാറില്ല. അപ്പോൾ ഇതൊന്നും മനസ്സിലാവാതെ ശരിക്കും ഒത്തിരി നാൾ ഇവരെടുത്തിട്ട് ചിലപ്പോൾ 1 വർഷം 2 വർഷമൊക്കെ ASISM പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് സ്റ്റുഡൻസ് പറയുമായിരുന്നു. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടിയത്. എന്താണ് ഇങ്ങനെ ഇതൊക്കെ പഠിപ്പിക്കേണ്ട രീതിയിൽ പഠിപ്പിച്ചാൽ ഇവർക്ക് 3 മാസം കൊണ്ട് പാസ്സാവുന്ന സർട്ടിഫിക്കേഷൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിച്ച് അവരുടെ ക്ലാരിറ്റി ഒക്കെ കൊടുത്ത് ഇങ്ങനെ ഒരു അക്കാഡമി എല്ലാ സ്റ്റേറ്റിലും ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഫിറ്റ് ആൻഡ് മെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫിറ്റ് ആൻഡ് മെറ്റിൽ കുറച്ചും കൂടെ അവർക്ക് ഇംഗ്ലീഷിലും പറഞ്ഞു കൊടുക്കാം, മലയാളത്തിലും പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ സയൻസിനെ സമീപിക്കുന്നു. ബിക്കോസ് ഇവർ ഒരിക്കൽ പോലും 10ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ കണക്ക് ഇഷ്ടമുണ്ടാവില്ല, അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ഇഷ്ടമുണ്ടാവില്ല, ഒന്നും ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ ഈ പിള്ളേരെല്ലാവരും ഫിറ്റ്നസ്സിന് അവരുടെ സ്വന്തം ഇഷ്ടം കൊണ്ടിട്ടാണ് ഒരു കരിയറായിട്ട് ഓപ്റ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഈ സ്വന്തം ഇഷ്ടം കൊണ്ട് ഒരു ഫിറ്റ്നസ് കരിയറായിട്ട് എടുത്തിട്ട് ആ ഫിറ്റ്നസ്സിനുള്ളിലുള്ള സയൻസ് അവർക്ക് മനസ്സിലാവാതെ പഠിക്കുമ്പോൾ ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത് കുറച്ചും കൂടെ ക്ലാരിറ്റി കൊടുക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ബൈസെപ്സ് വർക്കൗട്ട് നടക്കണേ, ബൈസെപ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ബൈസെപ്സ് എന്ന് എന്തുകൊണ്ട് വിളിക്കുന്നു, അത് 2 ഹെഡ് ഓഫ് ഒറിജിനാണ്, ഇത് ഇൻസേർഷൻ ഇങ്ങനെയാണ്, അപ്പോൾ വരുന്ന അതിൻ്റെ മെയിൻ ആക്ഷൻ എന്താണ്, അത് നമ്മൾക്ക് സ്ട്രോങ് സുപ്പൈനേറ്ററാണ്, പ്ലസ് എൽബോ ഫ്ലെക്ഷൻ ചെയ്യുന്നു, ഫ്ലെക്ഷൻ എന്താണ്, എക്സ്റ്റൻഷൻ എന്താണ്, ഇങ്ങനെയുള്ള കുറേ മെഡിക്കൽ ടെർമിനോളജി മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ സ്പെഷ്യൽ പോപ്പുലേഷൻ ട്രെയിൻ ചെയ്യാനായിട്ടുള്ള മെഡിക്കൽ നോളജുകൾ ഉണ്ടാവുന്നു. ഇതെല്ലാം നമ്മൾ കുറച്ചും കൂടെ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അവരോട് ഈ പറയുന്ന എക്സാംസ് തന്നെ എഴുതാൻ പറയുന്നു, അവർ പോയി പാസ്സാവുന്നു. ഇതാണ് അതിൻ്റെ ക്ലാരിറ്റി. ഒരു സർട്ടിഫിക്കേഷൻ എടുത്ത ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ റെപ്സിൻ്റെ സർട്ടിഫിക്കേഷൻ എടുത്ത ഒരു സ്റ്റുഡൻറ്റിന് കിട്ടാവുന്ന ജോബ് ഓപ്പർച്യൂണിറ്റികൾ എന്തൊക്കെയായിരിക്കും? ധാരാളം ഉണ്ട്. ഇന്നത്തെ കാലത്ത് ട്രെയിനർ മാത്രമാണോ അതോ വേറെ എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റികൾ അവർക്ക്? റെപ്സ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഇൻ്റർനാഷണൽ ക്വാളിഫിക്കേഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതിൻ്റെ ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ BSc നേഴ്സിംഗ് അല്ലെങ്കിൽ MSc നേഴ്സിംഗ് ഒക്കെ പഠിച്ചോട്ടെ, അല്ലെങ്കിൽ ഇവിടെ MBBS അല്ലെങ്കിൽ BDS ഏത് കോഴ്സ് വേണമെങ്കിലും പഠിച്ചോട്ടെ, നമ്മളിവിടെ നിന്നൊന്ന് മൈഗ്രേറ്റ് ചെയ്യുകയാണ്, മറ്റു രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ UAE പോവുകയാണെന്ന് വെച്ചോളൂ. UAE ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ 5 വർഷമായിട്ട് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന വെച്ച ഒരു ഡോക്ടർ UAE ചെന്ന് പിറ്റേ മാസം ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ടാണ് പറ്റാത്തത്? UAE MOHO അല്ലെങ്കിൽ DHAയോ അല്ലെങ്കിൽ ഹാർഡോ ഇങ്ങനെയുള്ള കുറേ ലൈസൻസിങ് എക്സാംസ് ഉണ്ട്. ഈ ലൈസൻസിങ് എക്സാംസ് പാസ്സായാൽ മാത്രമേ ഇന്ത്യയിൽ പഠിച്ച, ഇന്ത്യയിൽ ക്വാളിഫൈ ചെയ്ത്, ഇന്ത്യയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടറെ പോലും
അവർ ഡോക്ടറെന്ന് വിളിക്കണമെങ്കിൽ അവർക്ക് അവിടുത്തെ ക്വാളിഫിക്കേഷൻ സ്റ്റാൻഡേർഡ് കറക്റ്റ് ആക്കണം. ഇത് തന്നെയാണ് ഹെൽത്ത് കെയറിൽ ഈ പറയുന്ന പേഴ്സണൽ ട്രെയിനിങ് ഇൻഡസ്ട്രിയിലും സംഭവിക്കുന്നത്. അപ്പോൾ ഇവരൊരു പേഴ്സണൽ ട്രെയിനർ അവിടുത്തെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ബോഡി അംഗീകരിച്ച ഒരു അപ്സ് ബോഡി അംഗീകരിച്ച ഒരു ഫുൾ സ്റ്റാറ്റസ് ട്രെയിനർ ക്വാളിഫിക്കേഷൻ അവർക്ക് കിട്ടുന്നു. അപ്പോൾ നമ്മൾക്ക് UAE ചെല്ലുന്നു, അവിടെ നമ്മൾക്ക് പേഴ്സണൽ ട്രെയിനറായിട്ട് അവർക്ക് ഫിറ്റ്നസ് സെൻറ്ററിൽ ജോലി ചെയ്യാം. പഞ്ചനക്ഷത്ര ഹോട്ടലുകളുണ്ട് അല്ലേ, ഇന്നിപ്പോൾ എല്ലാവർക്കും വലിയ വലിയ ഫിറ്റ്നസ് സെൻറ്ററുകളുണ്ട്. പിന്നെ ഫ്ലാറ്റുകളുണ്ട്, പലതരത്തിലുള്ള ഫ്ലാറ്റുകൾ, വലിയ വലിയ ഫ്ലാറ്റിൻ്റെ കമ്മ്യൂണിറ്റീസ് എല്ലാം തന്നെ ഇപ്പോൾ പേഴ്സണൽ ട്രെയിനേഴ്സിനെ വയ്ക്കുന്നുണ്ട്. കാരണം വെച്ചാൽ അത്രയും കമ്മ്യൂണിറ്റിക്ക് ആക്സസ് വയ്ക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഇത് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാം. ഇനിയിപ്പോൾ മറ്റൊരാളുടെ കീഴിൽ നമുക്ക് ജോലി ചെയ്യേണ്ട, എനിക്ക് എൻ്റെ സ്വന്തം വാല്യൂ വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് 5, 6, 10 ക്ലയൻസിനെ അവൻ എടുക്കാം. കിട്ടുന്ന ഇൻകം കംപ്ലീറ്റ് അവൻ എടുക്കാം. അപ്പോൾ ദാറ്റ് മീൻസ് ഏത് തരത്തിലും ഇൻകം ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു തരത്തിലേക്കാണ് ഈ ക്വാളിഫിക്കേഷൻസ് ഇവരെ കൊണ്ടുപോകുന്നത്. ഇന്നിപ്പോൾ ഫിറ്റ്നസ് മാനേജർ ആവാം, അല്ലെങ്കിൽ ബ്രാഞ്ച് മാനേജർ ആവാം, അല്ലെങ്കിൽ റോമിംഗ് മാനേജർ ആവാം. ഈ പറയുന്ന മറ്റ് സ്ഥാപനങ്ങളിൽ വലിയ വലിയ നിലകളിലേക്ക് എത്താം. ഇനി സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാം, അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് സെൻറ്റർ തുടങ്ങാം, അവരുടെ ചെയിൻ ഓഫ് ഫിറ്റ്നസ് സെൻറ്റേഴ്സ് തുടങ്ങാം. പലതരത്തിൽ ഇവരുടെ ഈ നോളജിനെ അവർ വളരെയധികം ആപ്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ സ്റ്റുഡൻസ് ഏതൊക്കെ മേഖലകളിൽ അവർ ജോലി തേടി പോയിട്ടെന്ന് പറയാൻ പറ്റുമോ? നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് വരുന്ന ഒരു നല്ലൊരു ട്രെൻഡാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കും ഞാൻ എല്ലാ സ്റ്റുഡൻസിനോടും പറയാറുണ്ട്, നമ്മൾ ക്രൂയിസ് ഷിപ്പിലൊക്കെ ഒരു ജോലി കിട്ടുക എന്ന് പറയണത് പലപ്പോഴും 4 വർഷമൊക്കെ നമ്മൾ BTech ഒക്കെ കഴിഞ്ഞ പിള്ളേർ പോലും ചിലപ്പോൾ ഡെക്കാൻ കേഡറ്റ് ഏതെങ്കിലും എൻജിൻ റൂമിലൊക്കെ ആയിരിക്കും ജോലി ചെയ്യണമെങ്കിൽ ഇവർ ലക്ഷറി ക്രൂയിസ് ഷിപ്പിലാണ് ഈ ട്രെയിനേഴ്സൊക്കെ പോകുന്നത്. അപ്പോൾ പലതരത്തിലുള്ള സ്പാ പ്രൊഫഷണൽസും ഉണ്ട്, അതുപോലെ ബ്യൂട്ടി പ്രൊഫഷണൽസും ഉണ്ട്, അതുപോലെ തന്നെ ഫിറ്റ്നസ് പ്രൊഫഷണൽസും ഉണ്ട്, യോഗ പ്രൊഫഷണൽസ് ഉണ്ട്. ഇവരെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലിയൊരു ലക്ഷറി ക്രൂയിസിൽ ചിലപ്പോൾ 1 മാസത്തെ 2 മാസത്തെയൊക്കെ പാക്കേജൊക്കെ ആയിരിക്കും പല തരത്തിലും ആൾക്കാർ പൈസ ഉണ്ടാക്കിയിട്ട് ഈ ട്രാവൽ ചെയ്യുന്നത്. അവിടെ അവർക്ക് ഈ പറയുന്ന എല്ലാ വലിയ ഫിറ്റ്നസ് സെൻറ്ററും കാര്യങ്ങളൊക്കെ ഈ ഷിപ്പിലുണ്ട്, നമ്മൾ ടൈറ്റാനിക്കൊക്കെ കണ്ട പോലെ. അവിടെ ഈ പറയുന്ന കുട്ടികൾക്ക് ജോലി കിട്ടുന്നുണ്ട്, നല്ല റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ട്. 1 വർഷം 2 വർഷമൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞ് നമ്മളുടെ പഴയ സ്റ്റുഡൻസൊക്കെ വന്ന് പറയും 2 ലക്ഷം 3 ലക്ഷം രൂപ അവർക്ക് ഇൻകം കിട്ടുന്നുണ്ട്. 9 മാസത്തെ കോൺട്രാക്റ്റ് ഫിനിഷ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് വരെ ഇന്ന് നമ്മളുടെ ഫിറ്റ്നസിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ കൊണ്ട് എത്തിപ്പെടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളെല്ലാവരും അറിയണം. കാരണം ഇതിന് ഇങ്ങനെ ഒരു മുഖമുണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലാവണം. എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇവൻ ഒരു ജിമ്മിലെ ട്രെയിനർ അല്ലേ, ജിമ്മിലെ ട്രെയിനർ എന്തോ ഗുണ്ടാപ്പണിക്ക് നടക്കുകയാണ്, ഇങ്ങനെയുള്ള ഒരു തെറ്റായ സന്ദേശം പണ്ട് തുടങ്ങി എവിടേക്കോ ആരൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതല്ല, പേഴ്സണൽ ട്രെയിനേഴ്സ് എന്ന് പറയുന്നത്, ഫിറ്റ്നസ് ഇൻസ്ട്രക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ആപ്റ്റായിട്ടുള്ള ഒരു പ്രൊഫഷണൽസ് ആണ്. അത് ഇനി വരും വർഷങ്ങളിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. നമ്മുടെ ജീവിതത്തിൻ്റെ ആയുസ് വരെ നീട്ടണമെങ്കിൽ ഇവരില്ലാതെ പറ്റില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നമ്മുടെ ഫിറ്റാമെറ്റ് ഫിറ്റ്നസ് അക്കാഡമി ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സല്ല വേറെ എന്തെങ്കിലുമൊക്കെ കോഴ്സുകൾ നമുക്കുണ്ടോ? ഓക്കെ, നല്ല ചോദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞാലും പിന്നെയും എന്തെങ്കിലുമൊക്കെ സ്കിൽ ആഡ് ചെയ്തില്ലെങ്കിൽ ജീവിച്ചു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏത് കോഴ്സിലും ഉണ്ട്, അത് എല്ലാ മേഖലകളിലും ഉണ്ട്. നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചു, പണ്ടത്തെ ഒരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചു എന്നും പറഞ്ഞിട്ട് നമുക്ക് പുതിയ ടെക്നോളജി ഒന്നും പഠിച്ചില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആണ്. അതുപോലെ തന്നെയാണ് ഇന്ന് ഫിറ്റ്നസ്സിൽ ഇത്രയും ഹൈ ഗ്രോത്ത് ഉള്ള ഒരു മേഖല. ഫിറ്റ്നസ് സെൻറ്റേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാവും, ഓരോ 1/2 കിലോമീറ്ററിലും 2-3 ഫിറ്റ്നസ് സെൻറ്റേഴ്സ് ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്. അതിനർത്ഥം നമ്മളുടെ ഒരു മേഖല കേരളത്തിൽ ഉണ്ടെന്ന് പറയുമ്പോൾ 3.5 കോടി 4 കോടി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്താണ് ഇവിടെ ഉള്ളത്. ഇത് നിങ്ങൾക്ക് ത്രൂ ഔട്ട് ഇന്ത്യയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് നോക്കിക്കോളൂ, നിങ്ങൾ കോയമ്പത്തൂർ തുടങ്ങി ചെന്നൈയിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഇതുപോലെ മാറ്റങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ യങ്സ്റ്റേഴ്സ് ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഒരു ഡെയിലി റുട്ടീനായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ ജോലികൾ ഉണ്ടാവുന്നതോടൊപ്പം തന്നെ കോമ്പറ്റീഷൻസ് ധാരാളം വരുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് സർവീസസ് പലതും വരുന്നുണ്ട്. ഇപ്പോൾ സ്പോർട്സ് മാസിയർ ഒരു ക്വാളിഫിക്കേഷനാണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫോമുലേറ്റ് ചെയ്തേക്കുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ സ്പോർട്സ് മാസിയർ സർട്ടിഫിക്കേഷൻ കിട്ടുന്നത് നിങ്ങൾ പല സ്പോർട്സ് മസാജുകൾ പഠിക്കുന്നത്, നിങ്ങൾക്ക് അത്ലറ്റിക് സ്പോർട്സിൻ്റെയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കൊക്കെ നിങ്ങൾക്ക് ജോലി കിട്ടാനായിട്ട് ഇപ്പോൾ സായിയിൽ സ്പോർട്സ് മാസിയറായിട്ട് ഒരു വേക്കൻസി ഉണ്ട്. അപ്പോൾ നോർമലി സായിയിൽ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ക്വാളിഫിക്കേഷനാണ് അവരെടുക്കുന്നത്.
അപ്പോൾ ഇതുപോലെ ഡിഫറെൻറ്റ് ക്വാളിഫിക്കേഷൻസ്, അതുപോലെ തന്നെ യോഗയുടെ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. ലെവൽ 3, ലെവൽ 4, ലെവൽ 5 എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഹെഡ് എന്ന് പറഞ്ഞ ലെവൽ 7 എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഇതെല്ലാം തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ, സ്കിൽ ഇന്ത്യയുടെ അണ്ടറിൽ SPFL, SCയും NCVTയും ഫോമുലേറ്റ് ചെയ്തേക്കുന്ന കോഴ്സുകളാണ്. അപ്പോൾ ഈ എക്സാംസും എല്ലാം നടത്തുന്നത് അത് തന്നെയാണ്. അപ്പോൾ അത്തരം സ്പോർട്സ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ പുതിയൊരു കോഴ്സുണ്ട് ലെവൽ 6ൻ്റെ. അപ്പോൾ ഈ പറയുന്ന എല്ലാ കോഴ്സുകളും നിങ്ങളെ സംബന്ധിച്ച് അവരുടെ അഭിരുചികൾക്ക് അനുസരിച്ച് എടുക്കാം. പുതിയ പുതിയ കരിയറുകൾ നിങ്ങൾക്ക് സൃഷ്ടിക്കാം. ഇനി വരാൻ പോകുന്ന വലിയൊരു യുഗം വെൽനസ് ഇൻഡസ്ട്രിയുടേതാണ്. ഇപ്പോൾ നമ്മൾ അതിന് മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും ഈ കമ്പ്യൂട്ടർ ഇൻഡസ്ട്രി, അതിൻ്റെ ഒരു ബൂമിങ്, ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്ത ആൾക്കാർക്കുണ്ടാകുന്ന സക്സസ് എന്തൊക്കെയാണുള്ളത്. അതിനും ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഹോം അപ്ലയൻസിൻ്റെയൊക്കെ ഒരു ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു. TV, ഫ്രിഡ്ജ്, അങ്ങനെയുള്ള ഹോം അപ്ലയൻസിൻ്റെയൊക്കെ ഒരു ഇൻഡസ്ട്രി. അത് നമുക്ക് ഇനി വരാൻ പോകുന്നൊരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ശരിക്കും ആൾക്കാർ ആരോഗ്യം, ഫിറ്റ്നസ്, അതായത് വെൽനസ് ഇൻഡസ്ട്രിയാണ്. നമുക്കിപ്പോൾ തന്നെ നമുക്കറിയാൻ സാധിക്കും. ഇപ്പം കഴിഞ്ഞ ഒരു 10-20 വർഷം മുമ്പ് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ 4-5 ജിമ്മ് കിടന്ന സ്ഥാനത്ത് ഇപ്പം 100 കണക്കിന് ഫിറ്റ്നസ് സെൻറ്റേഴ്സുകളാണ്. അതും പല രീതിയിലും, പല സൈസിലും, പല വോളിയത്തിലും, പല ഫീ സ്ട്രക്ചറിലും ഒക്കെയുള്ള വലിയൊരു ഇൻഡസ്ട്രി ആയിട്ട് ബൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടേക്കായൊക്കെ ഇപ്പം ഒരുപാട് ട്രെയിനേഴ്സ് അവർ ഒരു പ്രൊഫഷനായിട്ട് എടുത്തു. ഫിറ്റ്നസ് ട്രെയിനിങ് എന്ന് പറഞ്ഞ വലിയൊരു പ്രൊഫഷനാണ്. അതിനൊരു സിലബസ് ഉണ്ട്. അത് പഠിച്ച് വരുന്നവർക്ക് ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. വിദേശത്തൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഇൻകം വായിക്കുന്ന, ലക്ഷക്കണക്കിന് രൂപയൊക്കെ ഇൻകം വായിക്കുന്ന രീതിയിലോട്ട് ആ ഒരു ഇൻഡസ്ട്രിയിലെ അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷണൽക്ക് അത്ര ഒരു ഇൻകം കിട്ടിത്തുടങ്ങി. നമ്മുടെ നാട്ടിൽ പോലും മാസത്തിൽ ലക്ഷക്കണക്കിന് രൂപ ഏൺ ചെയ്യുന്ന ഫിറ്റ്നസ് ട്രെയിനേഴ്സുണ്ട്. അപ്പോൾ ആ ലെവലിലൊക്കെ നമ്മൾ ഉയർന്ന് വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് വെൽനസ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫിറ്റ്നസ് ഇൻഡസ്ട്രി. ഇപ്പം നമ്മൾ ഫിറ്റ്നസ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആ ഫിറ്റ്നസ് ട്രെയിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ് അംഗീകൃതമായ കോഴ്സുകൾ കൊടുക്കുന്ന ഒരു അക്കാഡമിയായ ഫിറ്റാമെൻറ്റ് ഫിറ്റ്നസ് അക്കാഡമിയുടെ ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറുമായ സജി സാറുമായിട്ടാണ് നമ്മൾ സംസാരിച്ചത്. സോ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആൾക്കാർക്കും, അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആൾക്കാർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു.